ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. ആശുപത്രി വികസന സമിതി കൃത്യമായി കൂടുന്നില്ല. ആശുപത്രിയിൽ നടന്ന മരണങ്ങളിലെ യാഥാർത്ഥ്യം കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ കൂടിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആശുപത്രി വികസന സമിതി പ്രോപ്പറായിട്ട് യോഗം ചേരണം. അതിനകത്ത് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഉയർന്നു വരുന്ന പരാതികൾ, മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം ആവശ്യമായ ആ സമിതിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുണ്ടാകണം. ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി വികസന സമിതി ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായി നിലനിൽക്കുകയാണ്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ആഞ്ചലോസ് എന്തൊക്കെ വിമർശനമാണ് ഉന്നയിച്ചത്? വേണുഗോപാലകൃഷ്ണൻ, ഈ ആശുപത്രിയുടെ വികസന സമിതിയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ അതിന്റെ അധികാരികൾ ഒന്ന് അമ്പലപ്പുഴ MLA HS ലാവും, മറ്റൊന്ന് ജില്ലാ കളക്ടറുമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ, ഇതുമൂലം ഉണ്ടാകുന്ന മരണങ്ങൾ, ഏകദേശം ഒരു 1.5 വർഷത്തിനിടെ 3 പേരാണ് പ്രസവാനന്തര ചികിത്സയ്ക്ക് എത്തി മരിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു നവജാത ശിശു മരിച്ചു. പിന്നീട് 70-കാരി ഉബൈമയുടെ മരണം വലിയ വിവാദമായിരുന്നു. അർദ്ധരാത്രിയിലടക്കം മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ നടന്ന മരണങ്ങളിലെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ഈ അന്വേഷണ റിപ്പോർട്ട് പലപ്പോഴും അത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. ഒപ്പം തന്നെ പരാതി പെട്ടികൾ വേണം. ഒഴിവുകൾ പല സ്ഥലങ്ങളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അറ്റൻഡർമാരുടെയും മറ്റ് ടെക്നീഷ്യന്മാരുടെയും ഒക്കെ തന്നെ ഒഴിവ് പല സ്ഥലങ്ങളിലുണ്ട്. ഒപ്പം തന്നെ ലിഫ്റ്റ് പ്രവർത്തിക്കാതിരിക്കുക, ഫാൻ വർക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തത മെഡിക്കൽ കോളേജിലുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ആശുപത്രി വികസന സമിതി രംഗത്ത് വരണം. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും വിമർശനമുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കാര്യമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല. അത് കാര്യക്ഷമമാക്കണം. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള താൽക്കാലിക ഇടപെടലല്ല വേണ്ടത്. നിരന്തരമായ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വേണം. തീരദേശ ജനതയടക്കം പാവപ്പെട്ട സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതാക്കണമെന്ന വിമർശനമാണ് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉന്നയിക്കുന്നത്. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.